ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് ഓങ്ങല്ലൂർ കാരക്കാട് വൻ തീപിടുത്തം, വീടുകളിലേക്കും തീ പടർന്നു. ഓങ്ങല്ലൂർ കാരക്കാട് കടപ്പറമ്പത്ത് കാവിന് സമീപത്തുള്ള സ്ക്രാപ്പ് ഗോഡൌണിലാണ് ഉച്ചയ്ക്ക് ശേഷം തീപിടുത്തമുണ്ടായത്. നിമിഷ നേരം കൊണ്ട് തീ നിയന്ത്രണാതീതമായി പടരുകയായിരുന്നു. പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി എം വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന്. വിഷ്ണു, വലിയൊരു തീപിടുത്തമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തമെന്നാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടോ? ടോം, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശത്തെ സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. നിമിഷദിനം കൊണ്ട് വലിയൊരു അഗ്നിക്കിരയായി മാറുകയായിരുന്നു സ്ക്രാപ്പ് ഗോഡൌൺ. ഈ ഫ്രിഡ്ജുകളും മറ്റ് സാധനങ്ങളും പൊളിക്കുന്ന ഒരു ഇടമാണിത്. അവിടെ ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വസ്തുക്കൾ മുറിച്ചു മാറ്റുന്നതിനിടയിൽ തീ പടർന്നതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വിവരമറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും തീ നിയന്ത്രണാതീതമായി ആളിപ്പടർന്നതോടെ ആശങ്കയ്ക്കിടയാക്കി. ജനവാസ മേഖലയിൽ നടുക്കാണ് ഈ സ്ക്രാപ്പ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയൊരു ഭീതി ഉളവാക്കിയിരുന്നു. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. പല വീടുകളുടെയും മേൽക്കൂരയും ഷീറ്റും ഒക്കെ തീ പിടിച്ച് തകർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ആളുകൾ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകളിലെയും വീടുകളിലെയും ഒക്കെ ആളുകളെ ഒഴിപ്പിച്ചു. തുടർന്ന് വിവരമറിഞ്ഞതിനെ തുടർന്ന് വളാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി എന്നിവിടെ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ആദ്യമെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും വീണ്ടും തീ ആളിപ്പടർന്നു. തുടർന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി എത്തി. നിലവിലെ ഫയർഫോഴ്സുകൾ വീണ്ടും വെള്ളം നിറച്ചു വന്ന് തീ അണയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. എങ്കിൽ കൂടി പൂർണ്ണമായും തീ അണച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ടോം, എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ വിഷ്ണു? കാരണം ഈ ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. നിയമപരമായിട്ടാണോ ഈ ഗോഡൌണിന്റെ, ഈ സ്ക്രാപ്പ് ഗോഡൌണിന്റെ പ്രവർത്തനം നടന്നിരുന്നത്? ടോം, സ്ക്രാപ്പ് ഗോഡൌണിന്റെ പ്രവർത്തന ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നതുള്ളൂ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്ക്രാപ്പ് ആക്രി സാധനങ്ങളുടെ ശേഖരണ സ്ഥലം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ഗോഡൌണുകളാണുള്ളത്. ഓരോ വീട്ടുമുറ്റത്തടക്കം സ്ക്രാപ്പ് ഗോഡൌൺ പ്രവർത്തിക്കുന്ന ഒരു നാടായിട്ടാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ഇവിടെ തീപിടുത്തമുണ്ടായി ആശങ്കയ്ക്കിടയില്ല. എങ്കിൽ കൂടി പോലീസും റവന്യൂ വകുപ്പ് അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. നിലവിൽ അറിയാൻ കഴിയുന്നത് പ്രദേശവാസിയായ ഷംസുവിന്റെ ഉടമസ്ഥലുള്ള സ്ക്രാപ്പ് ഗോഡൌൺ ആണ് ഇതെന്ന് അറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. എം വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സ്ക്രാപ്പ് ഗോഡൌണിന് തീപിടുത്തമുണ്ടായത്. സമീപത്തുള്ള വീടുകളിലേക്കും തീ പടർന്ന ആശങ്ക വരുത്തിയെങ്കിലും ആ വീട്ടിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. തീ ഒരു പരിധിവരെയും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.